10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ കുട്ടികളും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം. അതുപോലെ തന്നെ പല കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം. എന്താ ചോദ്യം? ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? സമ്മിന്റെ ഓൾജിബ്ര കണ്ടുപിടിക്കണം. മലയാളം മീഡിയക്കാർ എന്ത് പറയും? n പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം, അതല്ലെങ്കിൽ അവരെന്ത് പറയും? തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഇതിന്റെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എഴുതണം. എത്ര ആദ്യ പദം? 6. പൊതു വ്യത്യാസം എഴുതണം. എത്ര പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്? 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Sn, അതായത് n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് പൊതു വ്യത്യാസത്തിന്റെ പകുതി എടുക്കുക. എത്ര? 4ന്റെ പകുതി 2. അതിന്റെ കൂടെ എഴുതുക n² എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിന്ന് പൊതു വ്യത്യാസത്തിന്റെ പകുതി കുറക്കുക. അപ്പോൾ 6ന്ന് എത്ര കുറക്കണം? 2 കുറക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 4. അതിന്റെ കൂടെ ഒരു n പാടെ കൂട്ടി എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ n പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വയം ട്രൈ ചെയ്യാം. ഓക്കെ, ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്?